അടുത്ത ഹീറ്റ്സിനുള്ള വള്ളങ്ങൾ ഒരുക്കമായി. അതിലെ ട്രാക്ക് നമ്പർ 1 ചമ്പക്കുളം ചുണ്ടൻ ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബിന്റെ അല്ലേ അത് ശരി. അത് അപ്പോഴേക്കും ഒരു മനോഹരമായിട്ടുള്ള ചമ്പക്കുളം വള്ളം എല്ലാ ദിവസവും ക്യാമ്പിൽ പോകുന്ന ആളാ. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ട്രാക്കിൽ ആരാ നോക്കിക്കേ? തലവടി തുഴയുന്നതാരെ? തലവടിയെ ഏറ്റെടുത്തിരിക്കുന്ന ആരാണ്? അത് UBC. കേരളത്തിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ആരാധകരുള്ള വള്ളം ഏതാന്ന് ചോദിച്ചാൽ ഒറ്റ ആരാധകരുടെ ക്ലബ് ഏതെന്ന് ചോദിച്ചാൽ യുണൈറ്റഡ് ബോട്ട് ക്ലബ്. അത് പറ. കൈനകരി എന്ന് കേട്ടാൽ കുട്ടനാടിന്റെ ഹൃദയം. ഇതൊന്നുമല്ല നമ്മൾ കണ്ടതല്ല കളി. ഇതാണ് ഫൈനൽ. വള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ്. അതെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ കരുതുക, ഇതാണ് യഥാർത്ഥത്തിലെ ഫൈനൽ. ഫൈനലിന് മുമ്പുള്ള ഫൈനൽ എന്ന് നമ്മൾ പറയും. മൂന്നാമത്തെ ഹീറ്റ്സിലെ രണ്ടാമത്തെ ട്രാക്കിൽ വരുന്ന UBC കൈനകരി തുഴയുന്ന തലവടി ചുണ്ടനും മൂന്നാമത്തെ ട്രാക്കിൽ വരുന്ന വള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ മേൽപ്പാടും തമ്മിലുള്ള വാശിയേറിയ പോരാട്ടം നമ്മൾ കാണാൻ പോകുന്നു. പ്രിയപ്പെട്ടവരെ, അതാണ് മത്സരം. ഇതാണ് മത്സരം. മേൽപ്പാടൻ തലയൊക്കെ ഉയർന്നു നിൽക്കുന്ന ചില ചുണ്ടൻ വള്ളങ്ങളുടെ മനോഹരമായിട്ടുള്ള ദൃശ്യ കാഴ്ചയാണ് റിപ്പോർട്ടർ ചാനൽ നിങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ വിരുന്നായി എത്തിക്കാൻ പോകുന്നത്. അല്ലേ പ്രിയപ്പെട്ടവരെ, കാത്തിരിക്കൂ. ഫൈനലിന് മുമ്പുള്ള ഫൈനൽ. അതെ, ഫൈനലിന് മുമ്പുള്ള ഫൈനൽ. തലവടിയോട് എനിക്ക് ചെറിയ സ്നേഹമുണ്ട്. പാട്ട് ഞാനാ. അങ്ങനെയാണെങ്കിൽ PBCയോട് എനിക്ക് സ്നേഹം. അവരുടെ പാട്ട് എഴുതി ഞാനാ. ഒരു ചുണ്ടൻ പാഞ്ഞു വരുന്നുണ്ട്, ഓളത്തിൽ താളം തല്ലി തലയാട്ടി വരുന്നുണ്ട്. തലവടിയാട് തലവടിയാട ചുണ്ടൻ തലവടിയാട. ഈ തലവരെ എന്താവും നമുക്ക് നോക്കാം. നമ്മുടെ വള്ളാത്തുരുത്തി ഇല്ല, ബെറ്റില്ല. നമ്മൾ ഓൾറെഡി സ്പോൺസർ ചെയ്തു. ബെറ്റും കൂടെ വെച്ചിട്ട് കാര്യമില്ല. ഞാനൊരു കാര്യം പറയാം. ഞാൻ എന്റെ തല പറയുന്നു ചില വള്ളങ്ങൾ വിജയിക്കണം. പക്ഷെ എന്റെ ഹൃദയം പറയുന്നു ഒരു വള്ളം ഏറ്റവും നന്നായിട്ട് ജയിക്കണം. തീർച്ചയായിട്ടും. അപ്പോൾ പ്രിയപ്പെട്ടവരെ നോക്കൂ, പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ്, റിപ്പോർട്ടർ പിന്തുണയ്ക്കുന്ന പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് മൂന്നാമത്തെ ട്രാക്കിലുണ്ട്. മേൽപ്പാട് ഡബിൾ ഹാട്രിക് അടിക്കാൻ വരികയാണ്. പ്രിയപ്പെട്ടവരെ, ജലരാജാക്കന്മാരാകാൻ വേണ്ടി പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തയ്യാറെടുത്തിരിക്കുന്നു. പക്ഷേ കനത്ത വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് UBC കൈനകരി തുഴയുന്ന തലവടി ചുണ്ടനുണ്ട്. നോക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അവിടുത്തെ ദൃശ്യങ്ങൾ. ഈ ട്രാക്കിന് പുറത്തു വശത്ത് മത്സരം തുടങ്ങി. മത്സരം 71ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ ഏറ്റവും ടഫായ മത്സരമാണ് നടക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ട്രാക്കിൽ നമ്പർ 12 ചമ്പക്കുളം എന്ന ഗ്രാമത്തിലുള്ള ചുണ്ടൻ പുതുക്കി പണിത് 1975-76 നോക്കൂ, ഈ മൂന്നാമത്തെ ഹീറ്റ്സ് ആണ് ഫൈനലിന് മുമ്പിലുള്ള ഫൈനൽ. രണ്ടാമത്തെ ട്രാക്കും മൂന്നാമത്തെ ട്രാക്കും തമ്മിലാണ് ഒരുമിപ്പോകുന്ന മനോഹരമായിട്ടുള്ള കാഴ്ച. വള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ഇതുവരെ നമ്മൾ കണ്ടതെല്ലാം വള്ളപ്പാടകലെയാണ് വിജയമെങ്കിൽ ഇതാ ഫോട്ടോ ഫിനിഷിംഗ് കാലാവസ്ഥ പോലും അനുകൂലമായി നിൽക്കുന്ന മനോഹരമായിട്ടുള്ള പുന്നമടക്കായലിൽ അർജന്റീനയുടെ ജേഴ്സിക്ക് സമാനമായ ജേഴ്സി അണിഞ്ഞു വരുന്ന ലയണൽ മെസ്സിയുടെ സൂപ്പർ ഷോട്ടുകൾ പോലെ അർജന്റീനയുടെ ആരാധകർ എങ്ങനെയുണ്ടോ അതുപോലെ ആരാധകരുള്ള പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ മേൽപ്പാടൻ. ഈ കളിയിൽ തലവടിയെ തോൽപ്പിക്കുമെന്നോ മേൽപ്പാടത്തെ തോൽപ്പിക്കുമെന്നല്ല, ഞങ്ങൾ രണ്ടുപേരും ഫൈനലിൽ വരുമെന്ന് പറഞ്ഞു. ചരിത്രത്തിൽ ആദ്യത്തെ ഡബിൾ ഹാട്രിക് ലക്ഷ്യമിട്ട് BBC മേൽപ്പാടത്തിൽ 1971 ആലപ്പുഴ നഗരസഭയുടെ 3 വാർഡുകളുടെയും പള്ളാത്തുരുത്തി പാലം മുതൽ വേമ്പനാട് കായൽ വരെ ഇരു കരകളിലായി താമസിക്കുന്ന BBC 5 തവണ തുടർച്ചയായ വിജയം. 6ാമത്തെ തവണ ഹാട്രിക്, ഡബിൾ ഹാട്രിക് നേടാൻ. കുരിശടി കഴിഞ്ഞു. കായൽ കുരിശടി കഴിഞ്ഞിരിക്കുന്നു. പാടത്തിന്റെ വരവ് രാജാക്കന്മാർ വരുന്നതാ. നേർന്നേക്കാമെന്ന് പറഞ്ഞ വള്ളംകളിക്കാരെല്ലാം, വള്ളംകളി പ്രേമികളെല്ലാം കായൽ കുരിശടി നേർച്ചിട്ട് തുടങ്ങിയിരിക്കുന്നു. നോമ്പ് തുടങ്ങുകയാണ്. അതിനു മുമ്പ് മാതാവേ ഞങ്ങളുടെ വള്ളത്തെ ജയിപ്പിക്കണേ എന്ന പ്രാർത്ഥനയോടെ കരക്കാരെല്ലാവരും ഒരേ സ്വരത്തിൽ, ഒരേ മയ്യോടെ, ഒരേ മനസ്സോടെ കുരിശടി കഴിയുമ്പോൾ യേശുവേ മാതാവേ, യേശുവേ മാതാവേ, യേശുവേ മാതാവേ എന്ന വിളിയോട് നോക്ക്. രാജാക്കന്മാർ വരുന്നു. നിങ്ങൾ ഭരിക്കാൻ വെള്ളമടയിൽ പുളകം ചാർത്താൻ രാജാക്കന്മാർ വരുന്നു. നീലവർണ്ണമണിഞ്ഞ് അങ്ങനെ മനോഹരമായിട്ടുള്ള ജേഴ്സികളിൽ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിക്കുക. ചമ്പക്കുളം വരുന്നത് കണ്ടോ? എന്റെ നാട്ടിൽ ട്രയലെടുത്ത ചമ്പക്കുളം വരുന്നത് കണ്ടോ? വിട്ടുകൊടുക്കില്ല. വീറുട്ടിയ ട്രാക്ക് എന്ന് പറയുന്ന 1ാം ട്രാക്കിൽ ചമ്പക്കുളം വരുന്നു. തലവടി ചുണ്ടൻ വരുന്നു. 3ാമത്തെ ട്രാക്കിൽ മേൽപ്പാടം, 4ാമത്തെ ആലപ്പാടൻ ചുണ്ടൻ. ആലപ്പാടിന്റെ ചരിത്രം പറയാൻ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റൂല. ആലപ്പാടിന്റെ ചരിത്രം എന്തായാലും ചരിത്രം അവിടെ നിൽക്കട്ടെ. നമ്മുടെ മേൽപ്പാടത്തിന്റെ ഈ വരവുണ്ടല്ലോ, ഈ കുതിപ്പുണ്ടല്ലോ, 2019 നടുഭാഗം ചുണ്ടലിലൂടെ ആവേശ വിജയത്തിന് തീ പിടിപ്പിക്കുകയായിരുന്നു BBC. 2020
ചരിത്രമൊക്കെ പോകട്ടെ, ഇന്ന് പിറക്കാൻ പോകുന്ന പുതുചരിത്രമാണ്. രണ്ടാം ഹാട്രിക്കിന് വേണ്ടി എന്താണ് നടക്കുന്നത്? കൊതിയോടെ മത്സരിക്കുന്ന പള്ളാത്തുരുത്തി രണ്ടാം ഹാട്രിക്കിന് വേണ്ടി പള്ളാത്തുരുത്തിയുടെ ചങ്കിടിപ്പിച്ചുകൊണ്ട് തലപടി 3 വള്ളങ്ങളും ഒരേ UBC. ദിശയിൽ. ഒന്നാം ട്രാക്കിലും ഹൃദയം നിലച്ചു പോകും. ഒന്നാം ട്രാക്കിലും ഹൃദയം നിലച്ചു പോകുന്ന രീതിയിൽ പറയുന്നു. ചമ്പക്കളും 3ഉം ഒരേ കട്ടയ്ക്ക് വിട്ടുകൊടുത്തില്ല ചമ്പക്കളം. പോരാട്ടം. രണ്ടാം ട്രാക്കിൽ തലവടിയാണോ, മൂന്നാം ട്രാക്കിൽ മേൽപ്പാടനാണോ, തലവടിയാണോ, മൂന്നാം ട്രാക്കിൽ മേൽപ്പാടനാണോ? മഞ്ഞ നിറമണിഞ്ഞു വരുന്ന തലവടിയും നീല നിറമണിഞ്ഞ അർജന്റീനയുടെ ജേഴ്സി ധരിച്ചു ഇഞ്ചോടിഞ്ച് പോരാട്ടം. ഇഞ്ചോടിഞ്ച് പോരാട്ടം. പോരാട്ടം. നമ്മൾ പറഞ്ഞിരുന്നു തീമാറും എന്ന വാക്കല്ലേ ഇത്? പുന്നമടയിൽ ചോര ചീറ്റുന്നത് കണ്ടോ? വെള്ളത്തുള്ളികൾ ചോര ചീറ്റുന്നുണ്ടോ? ഇവരിവിടെ അടയാളപ്പെടുത്തുകയാണ്. ആലപ്പാടിനെ ഇപ്പൊ കാണാനില്ല. തൊളമാറിയിരിക്കുന്നു. ഇനി താളം മാറും. എറമുറിയിലേക്ക് എത്തുന്നു. ശർമ്മ കുത്തിയെറിഞ്ഞു എറമുറിയിലേക്ക് മേൽപ്പാടം. 5 പങ്കായക്കാർ ഇറക്കി എറിയുന്നു. 5 പങ്കായത്തിലെ 3 പങ്കായ കള്ളം നിയന്ത്രിക്കുമ്പോൾ 2 പങ്കായങ്ങൾ മാത്രമാണ് ഇപ്പോൾ. 3 പങ്കായം തലവടിയിൽ UBC lead ചെയ്യുന്നു. അത്ഭുതമാണ്. നിങ്ങളിത് കാണുക. ആ വരുന്ന വരവ് കണ്ടോ? EBCയിലെ പിള്ളേര് ഇവിടെ ചുണ്ടൻ വള്ള കേറിയിട്ടുണ്ടെങ്കിൽ, ഈ പുന്നമടയില് അവര് തുഴയെറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പിള്ളേര് വരുന്നു. ഇത് അറിയേണ്ടത് സമയമാണ്. റിപ്പോർട്ടറിന്റെ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് 6 തുഴപ്പാട്. ഓരോ വരവറിയിച്ച ആ വള്ളം മേൽപ്പാടം. ഒരു നിമിഷം പോലും പാഴാക്കാതെ ഭയങ്കര രസകരമായ ഒരു മത്സരം. പോരാട്ടം. ഒരിക്കൽ കൂടി കാണൂ പ്രിയപ്പെട്ടവരെ, കാണൂ. 1 2 ശർമ്മ 3 4 മേൽപ്പാടം അങ്ങോട്ട് പൊരുതി, മേൽപ്പാടം അങ്ങോട്ട് കുതിച്ചു. അങ്ങനെ PBC ഇക്കുറിയും, അതായത് ഡബിൾ ഹാട്രിക് നേടുമെന്ന ലക്ഷ്യത്തിലേക്ക് PBC എത്തി. ഇത് നീയാണ് ഗിയർ മാറിയത്. വരുൺ ശർമ്മ, നീയാണ് ഗിയർ മാറിയത്. ഈ പുന്നമടയെന്നല്ല, ഇവിടെ ഒരു കായലുണ്ടെങ്കിൽ, ഇവിടെ ഒരു ചുണ്ടൻവള്ളം ഉണ്ടെങ്കിൽ, പള്ളാത്തുരുത്തി പിള്ളേര് തുഴയാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവർ 6 തുഴപ്പാടകളെയാണ് ഹീറ്റ്സ് ലീഡ് ചെയ്തിരിക്കുന്നത്. ആരെ തോപ്പിച്ചു? UBC കൈനഗരിയെ. ഒരാളുടെ പേര് പരാമർശിക്കുന്നില്ല, മനോജാശാൻ. ലീഡിംഗ് ക്യാപ്റ്റൻ. ഇത്രയധികം തന്ത്രപരമായ നീക്കങ്ങളിൽ ദ്രോണാചാര്യനുണ്ട്. അതിലൊരു ദ്രോണാചാര്യനുണ്ട്. മനോജാശാൻ മനോജ് ലീഡിംഗ് ക്യാപ്റ്റൻ. മനോജ് പത്തങ്കിൽ ഒരിക്കൽ കൂടി ആ ദൃശ്യങ്ങൾ പ്രേക്ഷകരെ കാണിച്ചു കൊടുക്കൂ. മനോഹരമായ ദൃശ്യങ്ങൾ. തലപിടിച്ചുണ്ടനെ 6 തുഴപ്പാടകളെ അകലെ നിർത്തിക്കൊണ്ട് ആ പാഞ്ഞു വരുന്ന നമ്മുടെ പള്ളാത്തുരുത്തി. നമ്മൾ ഈ ISL ഒക്കെ നടക്കുമ്പോൾ ഫുട്ബോൾ പറയുമ്പോൾ ആശാൻ എന്ന് പറയും. ഞങ്ങൾക്ക് കുട്ടനാട്ടുകാർക്ക്, വള്ളംകളി പ്രേമികർക്ക് ഒരു ആശാൻ ഉണ്ടെങ്കിൽ അത് മനോജ് ആശാനാണ്. ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ഒരു ലീഡിംഗ് ക്യാപ്റ്റൻ ഏതാണെന്ന് ചോദിച്ചാൽ ഒരു ഒറ്റ ഉത്തരമേ ഉള്ളൂ, PBCയുടെ മനോജ് ആശാനാണ്. മനോജ് ആശാൻ നേതൃത്വം കൊടുക്കുന്നു. അങ്ങ് 1-ാം തലയ്ക്കൽ 1-ാം തുടക്കനായിട്ട് വരുൺ ശർമ്മ എന്ന ശർമാച്ചൻ തുഴയുന്നു. അതിഗംഭീരമായ മത്സരം പുന്നമടക്കായലിന് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടം. ആരും അവർ കട്ടയ്ക്ക് വരുമെന്ന് വിചാരിച്ചാണല്ലേ?